ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനിക്ക് എന്താണ് ഉണ്ടായിരുന്നതെന്ന് പലപ്പോഴും അത് പോയതിനു ശേഷം മാത്രമേ മനസ്സിലാകൂ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാകില്ല എന്ന് പറയുന്നത് പോലെ അത് നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിയുടെ കഥയാണ്. ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് സ്വർണമായിരുന്നു. എന്നാൽ അവരതിനെ ഒരു കരിങ്കല്ല് പോലെ വലിച്ചെറിഞ്ഞു. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ചത് നിങ്ങളായിരുന്നു. എന്നാൽ അതവർ മനസ്സിലാക്കിയില്ല. അവരത് മനസ്സിലാക്കിയപ്പോൾ വൈകിപ്പോവുകയും ചെയ്തു. എന്നാൽ അവർക്ക് ഇന്ന് കുറ്റബോധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. താൽക്കാലികമായ ചില സുഖങ്ങൾക്ക് വേണ്ടിയും താൽക്കാലികമായ സമാധാനത്തിന് വേണ്ടിയും നിങ്ങൾക്ക് അവർ വില നൽകാതെ പെരുമാറിയതും നിങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറിയതുമെല്ലാം അവർക്ക് തെറ്റുപറ്റിപ്പോയോ എന്നുള്ള ഒരു ഡൗട്ട് അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർ വിചാരിച്ചത് അക്കരെ പച്ചയാണെന്നാണ്. അതായത് ഇവിടെ നിന്നപ്പോൾ അവർക്ക് മറുവശത്ത് പച്ചയായിട്ട് തോന്നി. എന്നാൽ അത് അവരുടെ തോന്നൽ മാത്രമായിരുന്നു. അന്ന് തോന്നിയ ആ ചിന്തകളെല്ലാം തന്നെ മാഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണോ അവർ നിങ്ങളെ വിട്ടു പോയത് ആ ഒരു കാര്യം അവർ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അവർക്ക് അതിലെ പുതുമ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർക്കിന്ന് അത് നല്ലതായി തോന്നുന്നില്ല. അതിനുശേഷം അവർക്ക് നിങ്ങളായിരുന്നു സത്യമെന്ന് മനസ്സിലായ ആ ഒരു സമയം മുതൽ അവർ പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും നിങ്ങളെ തിരയാൻ തുടങ്ങി. എന്നാൽ അവർക്ക് എവിടെയും അത് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അതുപോലെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഹൃദയശുദ്ധി, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ സിൻസിയാരിറ്റി ഒന്നും തന്നെ കാണാൻ അവർക്ക് അന്ന് കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പകരം ആരെ വെച്ചാലും അത് നിങ്ങളെപ്പോലെ ഒരിക്കലും ആകില്ല എന്നുള്ളത് ഇന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആ ഒരു അഹങ്കാരം പിടിച്ച ചിന്തകൾ വെച്ച് നോക്കിയപ്പോൾ അവർ ചിന്തിച്ചത് നിങ്ങളെപ്പോലെ എത്ര പേരെ വേണമെങ്കിലും കിട്ടുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിലയും നിങ്ങൾക്ക് കൽപ്പിക്കാതെ അവർ ഇരുന്നതും. നിങ്ങളെ വിട്ട് പോയപ്പോഴും അവർ കരുതിയത് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇനിയും വരുമെന്നായിരുന്നു. അതിന് അവരൊരു എഫേർട്ടും ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെയായിരുന്നു അവരുടെ ആ ഒരു സമയത്തെ ചിന്ത. എന്നാൽ നിങ്ങളൊരു റെയറായിട്ടുള്ള ഒരു സോളാണ്. അവർക്ക് ലഭിച്ച ഡിവൈൻ ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് അവർക്കിന്ന് ദുഃഖമുണ്ട്. അവരെ ഇന്ന് പഴയ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടാകാം. നിങ്ങളുമായി ഉണ്ടായിരുന്ന പഴയ പല ഓർമ്മകളും അവരെ വേട്ടയാടുന്നുണ്ടാകാം. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ അവരോട് കാണിച്ച ആ ഒരു സ്നേഹവും ദയയും എല്ലാം അവരുടെ മനസ്സിൽ കടലിലെ തിരമാല പോലെ വന്നു പോകുന്നുണ്ടാകാം. അതുപോലെ നിങ്ങൾ അവർക്ക് നൽകിയത് സ്നേഹമായിരുന്നു. വെറും സ്നേഹമെന്ന് പറഞ്ഞാലും മതിയാകില്ല. നിങ്ങൾ അവർക്ക് കൊടുത്തത് ആ ഒരു സ്നേഹം ഹീല് ചെയ്യാൻ കഴിവുള്ള സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന് വേദനകളെ, ദുഃഖങ്ങളെ ഹീല് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അത്രയും പ്യുവറായിട്ടുള്ള സോളാണ് നിങ്ങൾ. ആ സ്നേഹത്തിന് ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും അവരിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് ലഭിച്ച ഡിവൈൻ ഗിഫ്റ്റ് എന്ന് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ അവരതൊരു സാധാരണയായിട്ടുള്ള ഒരു കാര്യമായി എടുത്തു. അതുപോലെ അതിൻ്റെ വില അവർ കുറച്ചു കണ്ടു. അവർ കരുതിയത് അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലും കുഴപ്പമില്ല, അവർക്ക് വേറെ ഇതിലും നല്ലത് കിട്ടുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് കുറ്റബോധമാണ് ഉണ്ടാകുന്നത്. അവർ തേടിപ്പോയ വ്യക്തികൾ അവരെ നിരാശയിലാക്കി. ആ വ്യക്തികൾ അവർക്ക് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് സത്യം മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ മാത്രമായിരുന്നു അവരെ യഥാർത്ഥത്തിൽ കെയർ ചെയ്തിരുന്നത്. അവർക്ക് ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ കൂടെ നിന്നിരുന്നത്. നിങ്ങൾ മാത്രമായിരുന്നു അവർക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ അവരെ സ്നേഹിച്ചത്. അതുപോലെ അവർ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഭാഗ്യം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു.
നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വില നൽകാതിരുന്നത്, നിങ്ങളെ വില കുറച്ച് കാണിച്ച ഓരോ നിമിഷത്തെക്കുറിച്ചും അവർ ഓർത്ത് കുറ്റബോധപ്പെടുന്നുണ്ട്. അവർ നിശബ്ദതയിൽ കരയുന്നു എന്ന് പറയാം. അതുപോലെ നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ ഇന്ന് ഓർക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ രീതിയിൽ തിരക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ തിരക്കുന്നുണ്ട്. നിങ്ങളെ അവർ സ്റ്റോക്ക് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അറിയുന്ന പല വ്യക്തികളോടും അവർ നിങ്ങളെക്കുറിച്ച് തിരക്കുന്നുണ്ട്. അവരുടെ പെയിൻ അവർ മറച്ചു വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതവർക്ക് ആരെയും കാണിക്കാൻ താല്പര്യവുമില്ല. എന്നാൽ അവർ ഉള്ളിൽ തികച്ചും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുപോലെ അവർ കാരണം കരഞ്ഞു തീർത്ത രാത്രികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. പല രാത്രികളും നിങ്ങൾക്ക് ശരിക്കും ആഹാരം പോലും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവിച്ച രാത്രികൾ. അന്ന് നിങ്ങൾ അവരെ സമീപിച്ച് അവരോട് അപേക്ഷിച്ചു, യാചിച്ചു. എന്നാൽ അവർ നിങ്ങൾക്ക് നേരെ പുറം തിരിഞ്ഞു. അന്ന് അവർ കരുതിയത് അവർ വിജയിച്ചു എന്നായിരുന്നു. അവർ നിങ്ങളുടെ മുൻപിൽ പുതിയ പല ബന്ധങ്ങളുടെ സ്വാധീനത്താൽ പുറം തിരിഞ്ഞു നടന്നു. അതിൻ്റെ അഹങ്കാരത്താൽ അവർ നിങ്ങളോട് മോശമായി സംസാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ യൂണിവേഴ്സിന് എല്ലാത്തിനും അതിൻ്റേതായ സമയവും രീതിയുമുണ്ട്. അന്ന് അഹങ്കരിച്ച അവർ ഇന്ന് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. അതാണ് യഥാർത്ഥ കർമ്മയുടെ തമാശ. അവർ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ അകറ്റിയത്, ആ കാര്യം ഇന്ന് അവർക്കൊരു പേടി സ്വപ്നം പോലെ ആയിരിക്കുകയാണ്. ഒരിക്കൽ അവർ സ്വപ്നതുല്യമായി കരുതിയ കാര്യങ്ങളെല്ലാം ഇന്ന് അവർക്ക് നിരാശ മാത്രമാണ് നൽകുന്നത്. ഇന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളെപ്പോലെ ആരുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കിയതുപോലെ അവരെ ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ്. നിങ്ങൾ വളരെ മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. വളരെ വേദന നിറഞ്ഞത് തന്നെയായിരുന്നു നിങ്ങൾ സഞ്ചരിച്ച ആ ഒരു പാത. എന്നാൽ ആ വേദനകളെല്ലാം മറികടന്ന് നിങ്ങൾ മുൻപോട്ട് ഒരുപാട് സഞ്ചരിച്ചു. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായ ആ ഹൃദയഭേദകമായിട്ടുള്ള വേദനകൾ നിങ്ങളെ ഉയർത്താനാണ് സഹായിച്ചത്. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ അതിജീവിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ പുതിയൊരു സൃഷ്ടിയെപ്പോലെ വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്തത്. ഇന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. കൂടുതൽ ബുദ്ധിയുള്ളവരും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരുമാണ്. എന്നാൽ അവരിന്ന് അവരെടുത്ത ആ ഒരു ചില തീരുമാനങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുകയാണ്. അതുപോലെ നിങ്ങളിലെ തിളക്കം അവർ ഇന്ന് കാണുന്നു. അത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. കാരണം നിങ്ങൾ ഉയർന്നു വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരിന്ന് കുറ്റബോധത്താൽ സ്റ്റക്കായി കിടക്കുകയാണ്. അവർക്കറിയാം നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരാൻ സാധിക്കില്ല എന്ന്. അവർ ആഗ്രഹിച്ചാലും നിങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്ന്. അവരുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പുറകെ നടന്ന ആ പഴയ വ്യക്തിയല്ല നിങ്ങൾ ഇപ്പോൾ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാ രീതിയിലും മാറ്റങ്ങൾ സംഭവിച്ചു. ജീവിതത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറി. നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഫോക്കസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇനി മറ്റുള്ളവരുടെ ടോക്സിസിറ്റി കാണാനോ സഹിക്കാനോ ഒന്നും സമയവുമില്ല, താല്പര്യവുമില്ല. ചിലർക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. അവരിലിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അന്ധകാരത്തെ മാറ്റി അവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അവരെ തന്നെ ഹീലാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാം നന്നായി അറിയാം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഒരു മെഴുകുതിരിയെ പോലെ ഉരുകിത്തീരാതെ സ്വന്തമായി ഒരു ജീവിതവും ഇഷ്ടങ്ങളും സെൽഫ് റെസ്പെക്റ്റും ഉണ്ട് എന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ അവർക്ക് ഹീലാകണമെങ്കിൽ അവർ സ്വയം തെറ്റുകൾ മനസ്സിലാക്കി ശരികൾ ചെയ്ത് സ്വയം ഹീലാകണം. അത് നിങ്ങളുടെ ഏരിയയിൽ പെടുന്ന ഒരു കാര്യമല്ല ഇനി മുതൽ. അതുപോലെ
അവർ നിങ്ങളുടെ കഴിവുകളെ, ശക്തിയെ എല്ലാം വില കുറച്ച് കണ്ടിരുന്നു. അവർ അറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ പവർ, നിങ്ങളിലെ ദൈവീക ചൈതന്യം. അവർ കരുതിയത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ നിങ്ങൾ ചിതറിപ്പോകും എന്നായിരുന്നു. എന്നാൽ നിങ്ങൾ ആ ചിതറിയ കഷ്ണങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് കൂടുതൽ ഉറപ്പുള്ള നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളുടെ കണ്ണുനീരാലും പ്രാർത്ഥനകളാലും നിങ്ങൾ വീണ്ടും ഉയർന്നു വന്നു. നിങ്ങളുടെ ഈ തിളക്കം എന്ന് പറയുന്നത് അവർക്കുള്ള കർമ്മയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു സമാധാനമാണ് അവർക്കുള്ള ശിക്ഷ. നിങ്ങളുടെ സന്തോഷമാണ് അവർക്കുള്ള ന്യായവിധി. നിങ്ങളുടെ ശത്രുക്കൾക്ക് മുൻപിലുള്ള ഈ വിജയം അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ്. നിങ്ങൾ ഇനി ആർക്കു വേണ്ടിയും നിങ്ങളുടെ വില കുറയ്ക്കാതിരിക്കുക. നിങ്ങൾ അവരെ അവരുടെ വഴിക്ക് വിടുക. അവരെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അല്ലാത്തതിനെ എല്ലാം നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം റിലീസ് ചെയ്ത് വിടേണ്ടതുണ്ട്. നിങ്ങളിന്ന് മെച്ചുവേർഡാണ്. നിങ്ങളിന്ന് എന്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല നഷ്ടമായത്, അവർക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ, അവരെ എല്ലാത്തിൽ നിന്നും കെയർ ചെയ്തിരുന്ന, സംരക്ഷിച്ചിരുന്ന, അവരുടെ ദുഃഖങ്ങളിൽ കൂടെ നിന്ന് അവർക്ക് ഒരു ഹീലറിനെ കൂടെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവർ ഇനി ആ കുറ്റബോധത്താൽ ജീവിക്കട്ടെ. അവർ സ്വയം നഷ്ടപ്പെടുത്തിയതാണ്. അവർ ഇന്ന് നിശബ്ദതയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിലധികം സഹിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. മതി, ഇനി വേണ്ട. ഇനി ഇത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമയമാണ്, സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്, വീണ്ടും ജീവിതത്തിൽ പ്രണയിക്കേണ്ട സമയമാണ്. ഇനി നിങ്ങളെ ശരിക്കും അർഹിക്കുന്ന ആളുടെ കൂടെ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതം. അതുപോലെ എല്ലാത്തിലും നിങ്ങളെ പരിഗണിക്കുന്ന, നിങ്ങൾക്ക് മുൻഗണന നൽകുന്ന, നിങ്ങൾക്ക് വിലമതിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളിന്ന് ഒറ്റയ്ക്കല്ല. ഇന്ന് നിങ്ങൾ എനർജറ്റിക് ആണ്. നിങ്ങൾ എല്ലാ നല്ലതിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ അവഗണിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ നിശബ്ദതയിൽ കരഞ്ഞപ്പോൾ, നിങ്ങളെ ആരും മനസ്സിലാക്കാതിരുന്നപ്പോൾ, നിങ്ങൾ സ്വയം സംശയിച്ചപ്പോൾ, നിങ്ങൾ റിവഞ്ച് ചെയ്യാതെ ഇരുന്നപ്പോൾ എല്ലാം നിങ്ങൾ ബ്ലെസ്സിങ്സിനെ ആകർഷിക്കുകയായിരുന്നു. നിങ്ങൾ കരഞ്ഞത് നിശബ്ദതയിലായിരുന്നപ്പോഴും അത് ഭഗവാൻ കേട്ടു. ആ അനുഗ്രഹം നിങ്ങൾക്ക് ഇന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത് നിങ്ങളെ വിട്ടിട്ട് പോയതിനേക്കാൾ 10 മടങ്ങ് മേന്മയുള്ളതാണ്. ഇത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ പണ്ട് നിങ്ങൾ അനുഭവിച്ച ആ പെയിന്, ആ വേദനകൾ എല്ലാം തന്നെ നിങ്ങൾ മറന്നു പോകും. അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കട്ടെ, അവർ നിങ്ങളെ മിസ് ചെയ്യട്ടെ. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വിജയിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. പാസ്റ്റിനെ പാസ്റ്റിൽ തന്നെ നിൽക്കാൻ അനുവദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക് നടന്ന് ധൈര്യമായി പോവുക. ഇനി നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന എന്നോടൊപ്പം പറയുക. നിങ്ങൾക്ക് ഭഗവാനെന്നോ ഈശ്വരനെന്നോ യൂണിവേഴ്സെന്നോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈശ്വര, വേദനകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നപ്പോഴും അങ്ങ് എൻ്റെ കൂടെ നിന്ന് എന്നെ പിടിച്ചുയർത്തിയതിന് നന്ദി. എന്നെ തകർക്കാൻ വേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഉയർച്ചയ്ക്കായിട്ടുള്ള ഒരു കാര്യമാക്കി അങ്ങ് മാറ്റിയതിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്ന എല്ലാ അനുഭവങ്ങൾക്കും പാഠങ്ങൾക്കും നന്ദി. എൻ്റെ വില മനസ്സിലാക്കാതെ എനിക്ക് വേദനകൾ മാത്രം നൽകിപ്പോയ വ്യക്തികളുണ്ടാക്കിയ മുറിവുകൾ മാറ്റി എന്നെ സുഖപ്പെടുത്തിയതിന് നന്ദി. എൻ്റെ ഹൃദയത്തെ പുനഃസ്ഥാപിക്കണമേ. എൻ്റെ മനസ്സിനെ പുതുക്കണമേ. എൻ്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കണമേ. എൻ്റെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും വെറുപ്പും ഇവിടെ ഞാൻ റിലീസ് ചെയ്യുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ലാത്ത ഒന്നിൻ്റെയും പുറകെ ഇനി ഞാൻ പോകില്ല എന്ന് അങ്ങേക്ക് വാക്കു തരുന്നു. ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ, സാഹചര്യങ്ങളെ, ഓർമ്മകളെ എല്ലാം തന്നെ ഈ നിമിഷം ലെറ്റ് ഗോ ചെയ്യുന്നു.
അങ്ങയുടെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ ഫ്യൂച്ചറിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതിന് അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ എനിക്ക് വിശ്വാസം നൽകണമേ. ഞാൻ എന്നെ വിശ്വസിക്കുന്നതിനേക്കാൾ അങ്ങ് എന്നെ സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. സത്യസന്ധമായ സ്നേഹമുള്ള ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആകർഷിക്കണമേ. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ വില മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന സത്യസന്ധരായ വ്യക്തികളെ കൊണ്ട് എൻ്റെ ചുറ്റും നിറയ്ക്കണമേ. എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സമാധാനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്ത തെറ്റുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അവരിൽ മാറ്റം വരുത്താനും അവരെ സഹായിക്കണമേ. എന്നാൽ ഇനി ഒരിക്കലും അവരെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. ധൈര്യപൂർവ്വം നടക്കാൻ എന്നെ അനുവദിക്കണമേ. എനിക്ക് ഇന്ന് സമാധാനവും സന്തോഷവും ലഭിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് അങ്ങയുടെ സ്നേഹം എനിക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു. എന്നും എന്നോടൊപ്പം ഉള്ളതിന് അങ്ങയ്ക്ക് നന്ദി. എൻ്റെ ഭാവിയെ അനുഗ്രഹിച്ചതിന് നന്ദി. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.